ഇടി 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 ഇടി. അപ്പം നിങ്ങൾ ഈ കാണുന്നത് നല്ല മഴ വരാൻ പോകുന്നതാണ് കേട്ടോ. ഇരുണ്ട് കിടക്കുന്നുണ്ട്, ഇപ്പം പെയ്യും. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. തലേ ദിവസം നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ ഒത്തിരി കിളികളുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് മേലെ റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. നമ്മൾ താഴത്തെ റൂം റെഡിയാക്കിയപ്പോഴൊക്കെ വീഡിയോസ് എല്ലാം ഇട്ടിരുന്നു. അപ്പോൾ ഇപ്പം 2 ദിവസമായിട്ട് മേലെയാണ് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ആ കെട്ടിയ മുടി ഒന്ന് അയക്കുമ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനം വീഴും. എനിക്കറിയില്ല, രാത്രി മുറുക്കി കെട്ടി കിടക്കുകയാണ് ഞാൻ ചെയ്യുക. അതെനിക്കൊരു ശീലമായിപ്പോയി. അപ്പോൾ അത് അഴിച്ചിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ വേഗം കറി ഉണ്ടാക്കിയിരുന്നു. ചപ്പാത്തിയാണ് ഇന്ന്. അങ്ങനെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അങ്ങനെ ലിയമോള് രാവിലെ തന്നെ എൻ്റെ ബ്രഷും കൈ പിടിച്ചുകൊണ്ട് കളിക്കുന്നുണ്ട്. അവൾക്ക് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ കൂടെ ഞാനും കഴിച്ച് ലിയമോള് രാവിലെ തന്നെ പാസിപ്പറം കൊണ്ട് നടക്കുന്നുണ്ട്. അതും വയലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. വീഡിയോയിൽ മിഥുവിനെ നിങ്ങൾ കാണാത്തത്, മിഥു രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്നാൽ അലമാര ഇച്ചിരി അലങ്കോലായി കിടക്കാണ്, അതൊന്ന് സെറ്റ് ചെയ്യാൻ ഓർത്തു. അങ്ങനെ മിഥുവിൻ്റെ ഷെൽഫിൽ ആദ്യം തന്നെ കഴിയിട്ടപ്പോൾ മാമൻ്റെ ഈ ഒരു ടീഷർട്ടാണ് കിട്ടിയത്. മിഥുവിൻ്റെ മാമൻ മരിച്ചു പോയത് കേട്ടോ. അപ്പോൾ ഓർമ്മക്ക് അവൻ കൊണ്ടുവച്ചതാണ്. ഇത്തിരി ഉള്ളോട്ടായിട്ട് അവൻ മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാനെല്ലാം വലിക്കുമ്പോൾ ഇത് കിട്ടിയതാണ്. ഇത് അങ്ങുള്ളോട്ട് തന്നെ മാറ്റി വെക്കണം, അല്ലേ കാണുമ്പോൾ അവന് സങ്കടം വരും. പിന്നെ മുകളിലെ റൂം കാണിച്ചപ്പോൾ ആ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ, നിങ്ങളെ ജനൽ എന്താ ഇങ്ങനെയെന്ന്. ഇത് മിഥുവിൻ്റെ ഒരു ഇഷ്ടത്തിന് വെച്ചാണ്. അതുമാത്രമല്ല, മേലെ വി ബോർഡ് കൊണ്ടാണ് ഞങ്ങൾ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റു സൈഡിൽ ജനൽ വെക്കുക, അതായത് മരത്തടി കൊണ്ടുള്ള ജനൽ വെക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് വെച്ച കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾ റൂം മാക്സിമം വെയിറ്റ് കുറച്ചാണ് ചെയ്തേക്കുന്നത്. കാരണം വേറൊന്നുമല്ല, അധികം വെയിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല വീടിന്, അത്ര ഉറപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് കേട്ടോ. ലിയമോളെ കൊലുസ് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വാങ്ങണം. എനിക്ക് ഇലുങ്ങുന്ന കൊലുസൊക്കെ ഇട്ട് കൊടുക്കാം. 1 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, നടക്കാറായി കുഞ്ഞ്. ഇവിടേക്ക് അപ്പൂപ്പനും അമ്മമ്മയും ഗിഫ്റ്റ് കൊടുത്തതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് കുഞ്ഞായിപ്പോയി. അത് നാട്ടിൽ പോയിട്ടൊന്ന് മാറ്റണം. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയേ. ആണ് ഒരു തിരുവനന്തപുരം ടൂറിസ്റ്റ് ബസ്സിലായിട്ട് കുറച്ച് പിള്ളേരൊക്കെ പോകുന്നുണ്ട്. അതിലുള്ള പാട്ട് കേട്ടാണ് ലിയമോളി ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അങ്ങനെ അടുത്തുള്ള സ്പിന്നേഴ്സ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് കയറിയിട്ട് 2-3 സാധനം പാർസലും പറഞ്ഞു. പിന്നെ ഞങ്ങൾ 2-3 ജ്യൂസും പറഞ്ഞിരുന്നു കേട്ടോ. അതിൻ്റെ ഓർഡർ എടുത്ത് റിമോട്ടും കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും റെഡി ആയാൽ ഇത് ബെല്ലടിയും. അപ്പോഴാ ഒരു സൗണ്ട് കേട്ടത് നമ്മൾ ഓർഡർ ഓക്കെ ആയി എന്നാണ്. അങ്ങനെ അതും വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നേ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.